എന്താടോ തനിച്ചിരിക്കുന്നേ? ഫ്ലാറ്റിനോട് ചേർന്നുള്ള ഗാർഡനിൽ ഒറ്റയ്ക്കിരിക്കുന്ന തമ്പുരുവിനെ കണ്ട് മയൂർ ചോദിച്ചു. മയൂരിനെ കണ്ടതും അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു. എന്താ മോളെ, മോള് കരയുകയാണോ? അവൻ അവളോട് ചേർന്നിരുന്നുകൊണ്ട് ചോദിച്ചു. ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല, മറ്റെങ്ങോട്ടോ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും നേരം എൻ്റെ മോള് ചിരിക്കുകയായിരുന്നോ? എന്താണ് ഒരു ഇമോഷണൽ മൂഡ്? ചേച്ചിയുടെ കഥന കേട്ട് അനുജത്തിക്ക് കരച്ചിൽ വന്നോ? എനിക്കാരുടെയും കഥ കേൾക്കണ്ട, ഞാൻ ആരുടെയും അനുജത്തിയുമല്ല. എനിക്ക് ആരുമില്ല സാർ, ഞാൻ ഒറ്റയ്ക്കാ, ഈ തമ്പുരു ഒറ്റയ്ക്കാണ്, അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ഒറ്റയ്ക്കാണെന്നോ? അപ്പം തൻ്റെ ചേച്ചിയോ? ചേച്ചി തന്നെയാ പറഞ്ഞേ, ഞാൻ ചേച്ചിയുടെ സ്വന്തം അനുജത്തിയല്ല എന്ന്. ചേച്ചിയുടെ അമ്മയ്ക്ക് ഒരു മകളേ ഉള്ളൂ എന്ന്. സ്വന്തമല്ലെങ്കിൽ പിന്നെ മോളെങ്ങനെ അവളുടെ ജീവിതത്തിൽ വന്നു? എന്താ ഇത്രയും പറഞ്ഞ മോളുടെ ചേച്ചിക്ക് അതും കൂടെ പറയാൻ പറ്റില്ലേ? ഞാൻ ചോദിച്ചതാ സാറേ, അത് കഥയുടെ അവസാനം പറയാമെന്ന് പറഞ്ഞു. സങ്കടം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ട് എഴുന്നേറ്റ് പോന്നു. ആഹാ, കഥ ഏതുവരെയായി? എൻ്റെ എൻട്രി കഴിഞ്ഞോ? ഈ ദുഷ്ടനായ രാവണൻ്റെ എൻട്രി? എന്നെ എങ്ങനെയൊക്കെ നിന്റെ ചേച്ചി ചിത്രീകരിക്കുമെന്നറിയില്ല. മിക്കവാറും വളരെ മോശമായി ചിത്രീകരിക്കുമായിരിക്കും. ഏതായാലും മോള് പോയി കഥ കേൾക്ക്, മയൂർ അവളെ തലോടിക്കൊണ്ട് പറഞ്ഞു. ഞാൻ പോണോ? ഇത്ര വർഷം എന്നെ കള്ളം പറഞ്ഞു പറ്റിച്ചു. ഇനി പറയുന്നതൊക്കെ സത്യമാണോ എന്ന് ആർക്കറിയാം? ഏതായാലും മോള് പോയി കഥ കേൾക്ക്. സത്യമാണോ കള്ളമാണോ എന്ന് കേൾക്കുമ്പോൾ അറിയാമല്ലോ. എന്തോ അവൻ്റെ വാക്കുകൾ അനുസരിക്കാനാണ് അവൾക്ക് തോന്നിയത്. അവനെ അനുസരിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റ് ഫ്ലാറ്റിലേക്ക് പോയി. അവൾ പോകുന്നത് നോക്കി സങ്കടഭാവത്തോടെ അവൻ അവിടെ നിന്നു. ഗസ്റ്റ് ഹൗസിൻ്റെ ഉൾവശം കണ്ട ജാനി അതിൻ്റെ വലിപ്പം കണ്ട് ഞെട്ടിപ്പോയി. അതും ഒരു ചെറിയ കൊട്ടാരം പോലെയായിരുന്നു. ഇതെന്താ ചേട്ടാ, കൊട്ടാരം സെറ്റിട്ടിരിക്കുകയാണോ? ഗസ്റ്റ് ഹൗസിൻ്റെ ഉൾവശം കണ്ണാലെ ഓടിച്ചു നോക്കിക്കൊണ്ട് സുലോചന പറഞ്ഞു. നീയൊന്നും മിണ്ടാതിരിക്കുക എൻ്റെ സുലു. മറ്റാരെങ്കിലും കേട്ടാൽ നമ്മൾ ഏതെങ്കിലും പട്ടിക്കാട്ടിൽ നിന്നും വന്നവരാണെന്ന് അവർ കരുതും, രമേശ് ശാസിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അവിടേക്ക് ഏകദേശം ഒരു 50 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ വന്നു. നിങ്ങളാണോ ഇന്ന് രാവിലെ വിളിച്ചത്? ആ സ്ത്രീ സുലോചനയോടായി ചോദിച്ചു. അതേ കൊച്ചമ്മേ, ഞാനാ വിളിച്ചത്. ഞങ്ങൾ അങ്ങ് ഗവിയിൽ നിന്നും വരികയാണ്, സുലോചന കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. കൊച്ചമ്മേ എന്ന വിളി ഇഷ്ടപ്പെടാത്ത രീതിയിൽ ആ സ്ത്രീ സുലോചനയെ അടിമുടി ഒന്ന് നോക്കി. എൻ്റെ പേര് സാവിത്രി, എന്നെ അങ്ങനെ വിളിച്ചാൽ മതി എന്ന് അല്പം നീരസത്തോടെ സുലോചനയെ നോക്കി പറഞ്ഞ ശേഷം അവർ ജാനിയെ നോക്കി. ഈ കുട്ടിയുടെ കാര്യമാണോ നിങ്ങൾ പറഞ്ഞത്? സാവിത്രി ജാനിയെ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. അതേ മേഡം. ഇത് തീരെ ചെറിയ കുട്ടിയാണല്ലോ, ഇവൾക്ക് 18 വയസ്സ് കഴിഞ്ഞോ? സാവിത്രി സംശയത്തോടെ ചോദിച്ചു. 18 കഴിഞ്ഞു മേഡം, സുലോചന ചാടിക്കയറി പറഞ്ഞു. സുലോചനയുടെ വാക്കുകൾ കേട്ട് രമേഷും ജാനിയും ഒരുപോലെ ഞെട്ടി. 18ഓ ഈ കുട്ടിക്കോ? ഒരു സംശയം പോലെ സാവിത്രി സുലോചനയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതിന് ഒരു മറുപടിയും പറയാൻ കഴിയാതെ ഉമിനീരിറക്കാനേ സുലോചനയ്ക്ക് കഴിഞ്ഞുള്ളൂ. നിനക്ക് എത്ര വയസ്സായി കുട്ടി? സാവിത്രി ജാനിയോടായി ചോദിച്ചു. 15. പരിഭ്രമത്തോടെ ജാനി പറഞ്ഞു. 18 വയസ്സേ? ഞങ്ങളെന്താ പൊട്ടന്മാരാണെന്ന് കരുതിയോ? സാവിത്രി അല്പം ദേഷ്യത്തോടെ സുലോചനയെ നോക്കി പറഞ്ഞു. അത് മേഡം, ഞങ്ങള്... സുലോചനയും രമേഷും പരസ്പരം നോക്കിക്കൊണ്ട് വിൽക്കാൻ തുടങ്ങി. ഏതായാലും ഇത്ര ദൂരം വന്നതല്ലേ, കുട്ടി അവിടെ ഇരിക്കി, നിങ്ങളകത്തേക്ക് വാ, നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ജാനിയെ അവിടെ ഇരുത്തി സുലോചനയെയും രമേശിനെയും സാവിത്രി ഉള്ളിലേക്ക് ക്ഷണിച്ചു. എന്തിനാണ് നിങ്ങൾ വയസ്സ് കള്ളം പറഞ്ഞത്? മേഡം, 15 വയസ്സേ ആയിട്ടുള്ളൂ എങ്കിലും 18 വയസ്സിൻ്റെ പ്രാപ്തിയുണ്ട് ആ കുട്ടിക്ക്. കഴിഞ്ഞ മാസം അതിന് വയസ്സറിയിക്കുകയും ചെയ്തു. നിങ്ങൾക്കത് പോരെ? സുലോചന അല്പം നാണത്തോടെ പറഞ്ഞു. ആ കുട്ടിക്ക് അറിയോ ഈ കാര്യത്തിനാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന്? സാവിത്രി ചോദിച്ചു. അറിയില്ല മേഡം, ഈ വക കാര്യങ്ങളൊക്കെ എങ്ങനെയാ ആ കുട്ടിയുടെ മുഖത്ത് നോക്കി പറയുക? ഞങ്ങൾ ഒരു കള്ളം പറഞ്ഞാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇനി കാര്യം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഞങ്ങൾ ഇപ്പോൾ തന്നെ പോകുമല്ലോ. പിന്നെ ഞങ്ങൾ അവളെ കാണാനും പോകുന്നില്ല. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇനി ആ കുട്ടിയെ അന്വേഷിച്ച് വല്ല ബന്ധുക്കളോ പരിചയക്കാരോ എങ്ങാനോ അന്വേഷിച്ച് വരുമോ? സാവിത്രി ചോദിച്ചു. ആരും വരില്ല മേഡം,
അവളുടെ ആകെയുള്ള ബന്ധുക്കൾ ഞങ്ങളാണ്. ഞങ്ങളും ഇനി അവളെ അന്വേഷിച്ചു വരില്ല. നിങ്ങൾ എന്തു പറഞ്ഞാലും അവൾ അനുസരിക്കും. ആ കാര്യത്തിൽ മേഡം പേടിക്കണ്ട. എന്നാൽ ശരി, നിങ്ങൾ ഇനി അധികം ഇവിടെ നിൽക്കണ്ട. നിങ്ങൾക്കുള്ള പണം മുഴുവൻ ഇപ്പോൾ തന്നെ തരാം എന്ന് പറഞ്ഞ് സാവിത്രി ഫോണിലൂടെ ആരെയോ വിളിച്ചു. പിള്ളച്ചേട്ട, ആ പണം കൊണ്ടുവരൂ. ഏകദേശം 55 വയസ്സ് തോന്നിക്കുന്ന ഒരാൾ വന്ന് പണമടങ്ങിയ ഒരു പെട്ടി സാവിത്രിക്ക് കൊടുത്തു. സാവിത്രി ആ പെട്ടി ആദ്യം തുറന്നു. ആ പെട്ടി നിറയെ പണം അടക്കി വെച്ചിരിക്കുകയായിരുന്നു. പെട്ടിയിലെ പണം കണ്ട് സുലോചനയുടെയും രമേഷിൻ്റെയും കണ്ണുകൾ ബൾബായി മാറി. സാവിത്രി പെട്ടി അടച്ചതിന് ശേഷം പെട്ടി അവർക്ക് കൈമാറി. എണ്ണി നോക്കണമെങ്കിൽ ആകാം. എന്തിന് മേഡം? മേഡത്തിനെ വിശ്വാസം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സുലോചന പെട്ടിയിലൊന്ന് തലോടി. എങ്കിൽ നിങ്ങൾക്ക് പോകാം. ആ വഴി പോകണ്ട, പുറകിലൂടെ ഒരു വഴിയുണ്ട്, അതിലൂടെ പോയാൽ മതി. പിന്നെ ഇനി ഈ വഴി മറന്നേക്ക്. സാവിത്രിയുടെ വാക്കുകൾ കേട്ടതും അവർക്ക് സന്തോഷമായി. സാവിത്രിയെ നോക്കി കൈകൾ കൂപ്പി തൊഴുതുകൊണ്ട് അവർ അപ്പോൾ തന്നെ അവിടെ നിന്നും പോയി. അകത്തേക്ക് പോയ അമ്മാവനെയും അമ്മായിയെയും കാത്ത് കുഞ്ഞി ജാനി കണ്ണും നട്ടിരുന്നു. പരിചയമില്ലാത്ത സ്ഥലം, പരിചയമില്ലാത്ത ആളുകൾ. അല്പം ഭയത്തോടെ അവൾ ചുറ്റും നോക്കിക്കൊണ്ടിരുന്നു.